Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. Ya Rabbi bil Mustafa balligh ma qasidana wa ighfir lana ma Allah ya wasiyal qalamin. Sadaqallahul aliyyul azim. ഏറ്റവും ബഹുമാനം ആദരവും സ്നേഹം നിറഞ്ഞ വിധികർത്താവായി ഉസ്താദുകളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന സ്നേഹകർത്താവായ മുതഅല്ലിമീങ്ങളെ, നാഥനായ റബ്ബ് ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ നമ്മെ വഴിയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ആമിനമായി ഒന്നും പറയാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടന്നുകൊണ്ട് ഹബീബിൻ്റെ ഒരു ചരിത്രങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബിൻ്റെ ചരിത്രം എന്താണ് പഠിക്കേണ്ടത്? ഹബീബിൻ്റെ ചരിത്രം പഠിച്ചാലും തീരുന്നില്ല. മരത്തിനെ പെണ്ണാക്കിയും ഞങ്ങളുടെ കടലിൻ്റെ വെള്ളത്തിനെ ഷായിയാക്കിയും ജിന്നുകളും ഇൻസുകളും മനുഷ്യങ്ങളും എഴുതിയാലും തീരാത്ത ഹബീബിൻ്റെ ചരിത്രങ്ങളല്ലേ. എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്? കിതാബ് ഇങ്ങനെ തുറന്നു നോക്കിയാൽ, ഒരു ഹദീസിനെ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ എത്രയാണ് കിട്ടാൻ സാധിക്കുന്നത്? ഒരു മനുഷ്യന്റെ തന്റെ ശരീരത്തിന്റെ ഒരു വിഷയങ്ങൾ ഇങ്ങനെ പറയണമെങ്കിൽ അത് അരമണിക്കൂറോളം തന്റെ മനസ്സുകൾ ഇങ്ങനെ പറഞ്ഞു തീരും. ഹബീബിന്റെ ചരിത്രങ്ങളും ഞങ്ങൾക്ക് 10 കൊല്ലങ്ങളോ 100 കൊല്ലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞാൽ തീരുന്നില്ല സഹോദരങ്ങളെ. എന്താണ് മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല. ഹബീബിന്റെ ചരിത്രങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ. എന്തിനാണ് പഠിപ്പിച്ചു തന്നത്? ഞങ്ങൾക്ക് പ്രാവർത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇന്ന് ഹബീബിന്റെ ചരിത്രങ്ങള് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. വളരെ പറയുമ്പോൾ വളരെ ദുഃഖത്തിലാണ്, വിഷമത്തിലാണ് ഞങ്ങള്. എന്താണ് ഇന്ന് ഹബീബിന്റെ മുരീദുകൾ ഇങ്ങനെ പറയുമ്പോൾ മറ്റോ മുസ്ലിമികളല്ല, മുസ്ലിമിൽ തന്നെയാണ്, ഇസ്ലാം സ്വീകരിച്ചവർ തന്നെയാണ് ഹബീബിന്റെ മുരീദുകൾ പാരായണം ചെയ്യാൻ. അത് ശിർക്കാണ്, അതൊന്നും പാരായണം ചെയ്യാൻ പാടില്ല. എന്തിനാണ് അവർ പറയുന്നത്? അവസാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനം അവര് മൗലീദ് ശിർക്ക് എന്ന് പറഞ്ഞവര് അവസാനം ദുആ ചെയ്യാൻ പറയുന്നത് മൗലീദിന്റെ സദസ്സിലല്ലേ സഹോദരങ്ങളെ. എന്തിനാണ് ഞങ്ങൾക്ക് പറയാൻ, എന്തിനാണ് പോകേണ്ടത്? ആദ്യമായ ശിർക്ക് എന്ന് പറഞ്ഞ് അവസാനം കിതാബിൽ ഇങ്ങനെ പറഞ്ഞെടുത്തുകൊണ്ട് തല്ലി പറയുകയാണ്, കിതാബിനെ വലിച്ചെറിയുകയാണ്. വലിച്ചെറിഞ്ഞ് കാലിങ്ങനെ ചവിട്ടി അവസാനം ദുആ ചെയ്യാൻ പറയുന്നത്. ആ ദുആയിലേക്ക് അല്ലാഹു ഉത്തരം നൽകില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ വരക്കപ്പല സഹോദരങ്ങളെ, ഹബീബിന്റെ ചാരത്തിലേക്ക് എത്താൻ ഉറക്കെ സലാത്ത് പറ. ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനേ, നിങ്ങൾക്ക് മരണത്തിന്റെ ചിന്തകൾ വരുന്നില്ലേ? ഹബീബിന്റെ മരണം എങ്ങനെയാണ്? ഹബീബ് ജനിച്ചത് അതേ മാസത്തിലാണ്, മരണപ്പെട്ടത് അതേ മാസത്തിലാണ്, അതേ ദിവസം തന്നെയാണ്. ഞങ്ങൾക്ക് മരണത്തിന്റെ ചിന്ത വരുന്നില്ലേ? മരിക്കുന്നതിനും 40 ദിവസം മുമ്പ് 3 മലക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. കടന്നു വന്ന് പറയുന്നു, ഒരു മലക്ക് ഇങ്ങനെ പറയുകയാണ്. എന്താണ് പറയുന്നത്? നിനക്ക് ഭക്ഷണം കഴിക്കാൻ 40 ദിവസം മാത്രമാണുള്ളത്. നിനക്ക് വെള്ളം കുടിക്കാൻ 40 ദിവസം മാത്രമാണുള്ളത്. നിനക്ക് കാറ്റുകളിലും ഇങ്ങനെ ജീവിക്കാൻ 40 ദിവസം മാത്രമാണ്. സർവശക്തനായ അല്ലാഹു ഞങ്ങൾക്ക് ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഒരു കർത്താവായി എത്തിയിട്ടില്ല. ഉസ്താദിന്റെ